ദേവപഞ്ചമി ഭാഗം 12. മുത്തശ്ശി, ഞാൻ പിന്നെ വിളിക്കാവേ. പിന്നെ പഞ്ചമിയോട് ഒന്ന് സൂക്ഷിക്കാൻ പറയണേ. ഒരു കുഴപ്പവും ഉണ്ടാവില്ല മോളെ, ഞങ്ങളെല്ലാം ഇവിടെയുണ്ടല്ലോ. മുത്തശ്ശി പറഞ്ഞുകൊണ്ട് പഞ്ചമിക്ക് നേരെ ഫോൺ നീട്ടിയതും അവൾ ആര്യനെ ഒന്ന് നോക്കി. പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. അവൾ അരുതാത്തതൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ ഫോൺ വാങ്ങിയ പഞ്ചമി അടുത്ത അവളുടെ ഡയലോഗിൽ തറഞ്ഞു നിന്നു പോയി. അവൾ മാത്രമല്ല, അത് കേട്ട മുത്തശ്ശിയും ആര്യനും, എന്തിന് ആ റൂമിലേക്ക് കടന്നു വന്ന സിദ്ധാർത്ഥ് പോലും ഞെട്ടി നിന്നുപോയി. പേര് പോലെ തന്നെ ആ കുഞ്ഞിന് നിന്റെ ഒരു മുഖച്ഛായ ഉണ്ടോ എന്നെനിക്കൊരു സംശയം. ശരിക്കും നിന്റെ കുഞ്ഞിനെ പോലെ തന്നെ. അതായിരുന്നു വരദ അവിടെ നിന്നും പറഞ്ഞത്. സ്പീക്കറിലായിരുന്ന ഫോൺ കട്ട് ചെയ്യാനും മറ്റും പഞ്ചമി നോക്കുന്നുണ്ട്. പക്ഷേ കൈ വിറച്ചത് കൊണ്ട് അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ദയനീയമായി മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി ആ സമയം നോക്കിയത് ആര്യനെ ആയിരുന്നു. പുറകിൽ വന്ന സിദ്ധാർത്ഥും ആ സമയം ആര്യനെ നോക്കി. എന്നാൽ കുഞ്ഞിൻ്റെ മൃദുവായ കൈകൊണ്ട് അവളുടെ കവിളിലെല്ലാം തലോടുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം, അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്നും ബാൽക്കണിയിലേക്ക് തിരിഞ്ഞ് നടക്കാൻ പോയതും ദേവപഞ്ചമി എന്നുള്ള ആര്യൻ്റെ വിളി കേട്ടതും അവൾ ഞെട്ടലോടെ അവിടെ തന്നെ നിന്നു. അവൻ്റെ ആ വിളി കേട്ട് മുത്തശ്ശിയും സിദ്ധാർത്ഥും പരസ്പരം നോക്കി. പേടിയോടെ, ചെറിയൊരു വിറയലോടെയായിരുന്നു അവൾ തിരിഞ്ഞു നോക്കിയത്. രാത്രി കുഞ്ഞിനെയും കൊണ്ട് താൻ അവിടെ കിടന്നാൽ മതി. അവിടെ പുതിയൊരു ബെഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. മോൾക്ക് AC ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. മുത്തശ്ശിക്ക് തണുപ്പധികം പറ്റില്ല. അതുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്ത് ഞാൻ കിടന്നോളാം. പെട്ടെന്ന് ആര്യൻ അത് പറഞ്ഞതും അവൾ ആശ്വാസത്തോടെ ദീർഘനിശ്വാസം വിട്ടു. എന്നാൽ അവൻ്റെ ആ പറച്ചിലായിരുന്നു മുത്തശ്ശിക്കും സിദ്ധാർത്ഥിനെയും ഒത്തിരി ഞെട്ടിച്ചത്. സാധാരണ കുഞ്ഞിനെ അവൻ്റെ ഒപ്പം കിടത്താറാണ് പതിവ്. അവനുള്ളപ്പോൾ മാറ്റി ഇതുവരെ അവൻ കുഞ്ഞിനെ കിടത്തിയിട്ടില്ല. ഇതിപ്പോൾ എന്താണ് ഈ കഥ എന്നുള്ള രീതിയിലാണ് മുത്തശ്ശി സിദ്ധാർത്ഥിനെ നോക്കിയത്. പിന്നെ ആര്യനെ നോക്കി. എന്നാൽ ആര്യൻ ആരെയും നോക്കാതെ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. അവൻ പോകുന്നത് കണ്ടതും അവൻ്റെ പുറകെ തന്നെ സിദ്ധാർത്ഥം പോയി. അവൾ മുത്തശ്ശിയെ ഒന്ന് നോക്കി. മുത്തശ്ശി, സത്യം ഞാൻ ശരിക്കും ഞെട്ടി നിൽക്കാം മോളെ. അവൻ സാധാരണ കുഞ്ഞിനെ ആരുടെ ഒപ്പം അവനുള്ളപ്പോൾ കിടത്തില്ല. അവൻ്റെ നെഞ്ചി കിടന്നാണ് ഈ കള്ളിപ്പെണ്ണ് കിടന്ന് ഉറങ്ങാറ്. എന്നാ ഇതിപ്പോൾ എന്താ കഥ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശി പറഞ്ഞതും ദേവപഞ്ചമി തൻ്റെ കവിളിൽ കൈകൊണ്ട് തലോടിക്കൊണ്ട് ചെറുതായി പിച്ചുകയും ചെയ്യുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. പിന്നെ കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മുത്തശ്ശിക്ക് എന്തെങ്കിലും വേണോ? അവൾ ചോദിച്ചു. ഒന്നും വേണ്ട മോള് ചെല്ല്. കുഞ്ഞിനെ ഉറക്കാൻ പോവാണോ? മുത്തശ്ശി ചോദിച്ചു. ആ, ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുകൊണ്ട് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. ശരിയാ, ഇവിടെ വന്നേ പിന്നെ ഇപ്പം ഇത്തിരി ഉറക്കം കൂടിയിട്ടുണ്ട് പെണ്ണിന്, മുത്തശ്ശി കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ദേവപഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. അവൾ പെട്ടെന്ന് കയ്യിലിരുന്ന ഫോൺ എടുത്ത് വരദയെ വിളിച്ചു. നീ എന്ത് പണിയാണ് വരദ കാണിച്ചത്? ഞാൻ എന്ത് ചെയ്തു? നീ അത് പറഞ്ഞപ്പോൾ അവിടെ ആര്യൻ സാറുണ്ടായിരുന്നു. എന്ത്? ആര്യവീറോ? അതെ, സാറത് കേട്ടു. എന്താ കേട്ടത്? ഞാൻ എന്താ പറഞ്ഞത്? വരദ ചോദിച്ചു. നീ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ദേവ ചോദിച്ചു. അത് ഞാനെന്താ പറഞ്ഞത്? നിന്നോട് അല്ല, മുത്തശ്ശിയോട് നിന്നെ നോക്കാനല്ലേ ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ എൻ്റെ വരദ, നീ പറഞ്ഞത് ഈ കുഞ്ഞും ഞാനും ഒരുപോലെ ഇരിക്കുന്നെന്നാ പറഞ്ഞത്. എൻ്റെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നെന്നാ നീ പറഞ്ഞത്. എൻ്റെ അമ്മേ, ഞാനങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ ഞാൻ ചെന്ന് അച്ഛനോട് വേറെ ജോലി നോക്കാൻ പറയട്ടെ, വരദ പറഞ്ഞതും. എന്തിന്? മിക്കവാറും ഇന്ന് എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. എൻ്റെ അച്ഛൻ്റെ ജോലി. ഈശ്വര, പട്ടിണി, എനിക്ക് വയ്യ. അയ്യോ എടി, എനിക്കൊരു സിഗ്നലെങ്കിലും എനിക്ക് തരാൻ പാടില്ലായിരുന്നോ? എങ്ങനെ? ഞാനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അറിയാലോ, ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന്. എനിക്ക് വയ്യ. ഞാനിനി എന്ത് ചെയ്യും എൻ്റെ ദൈവമേ? ഈ ആപ്പ്
എനിക്കാണല്ലോ ദൈവമേ ഒരു ആപ്പായത്, അവൾ പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് ദേവപഞ്ചമിക്ക് പോലും സങ്കടം തോന്നി. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അച്ഛനെ ഈ ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിലൊന്നും ജോലിയിൽ നിന്നും പറഞ്ഞൊന്നും വിടില്ല. നീ ടെൻഷനാവാതെ എന്ന് പറഞ്ഞു ദേവപഞ്ചമി. എന്നാൽ ഇതേ സമയം ആര്യൻ ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൻ അവൻ്റെ ഓഫീസ് റൂമിലേക്ക് ചെന്നു. അവൻ്റെ സീറ്റിലേക്ക് ചാരിയിരുന്നു. അവൻ്റെ കാതുകളിൽ അപ്പോഴും കേട്ടത് തൻ്റെ കുഞ്ഞിനെയും പഞ്ചമിയെയും നോക്കിയാൽ ഒരുപോലെയാണ്, നിന്റെ കുഞ്ഞാണ് എന്ന് തോന്നുന്ന വരദയുടെ വാക്കുകളായിരുന്നു. ആ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ പെട്രോൾ പോലെ കത്തിക്കൊണ്ടിരുന്നു. ആര്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഓടിയെത്തി. അരുന്ധതി, അവളുടെ ആ രൂപം, തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ. ആ കരച്ചിലാണ് ആര്യൻ്റെ കണ്ണുകൾ നിറച്ചത്. എത്ര ദിവസങ്ങൾ, എത്ര ആഴ്ചകൾ, എത്ര മാസം താൻ തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ പാടുപെട്ടിട്ടുണ്ട്. പ്രസവിച്ച സ്ത്രീകളെ വരെ താൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്, തൻ്റെ കുഞ്ഞിന് ഒരിറ്റ് മുലപ്പാൽ നൽകാൻ. പിന്നീട് വേണ്ട, വാശി തോന്നി. തൻ്റെ കുഞ്ഞിന് അങ്ങനൊരു ഭാഗ്യം വേണ്ട എന്ന് താൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു. അവൾ തൻ്റെ കുഞ്ഞിനെ ഈ കയ്യിലേക്ക് തന്നപ്പോൾ താൻ തകർന്നു പോയത്. വഞ്ചന, അഭിമാനം, എല്ലാം. നിസ്സഹായ അവസ്ഥ, അതായിരുന്നു ഏറ്റവും കൂടുതൽ തന്നെ ബാധിച്ചത്. തൻ്റെ കുഞ്ഞിൻ്റെ വാവിട്ടുള്ള കരച്ചിൽ ഇപ്പോഴും തൻ്റെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ അവന് തോന്നി. ഇനിയും ആ ഓർമ്മകളിലേക്ക് പോകാതിരിക്കാൻ പലപ്പോഴും ശ്രമിക്കുമ്പോഴും വാശിയോടെ ആ ദിവസം കടന്നു വരും. ഇനി 40 ദിവസം കൂടി തൻ്റെ കുഞ്ഞിന് 1 വയസ്സ് പൂർത്തിയാകാൻ. അവളെ തൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് അവൾക്ക് ജന്മം തന്ന അവൾ അരുന്ധതി തന്നെയും തൻ്റെ കുഞ്ഞിനെയും ഇട്ട് പോയിട്ട് 1 വർഷം. അവൻ ഓർത്തു. പക്ഷെ പോയത് നന്നായി എന്ന് തോന്നി. അല്ലെങ്കിൽ ഒരു പക്ഷേ തൻ്റെ ഈ കുഞ്ഞിനെ വെച്ച് പോലും അവൾ തന്നോട് വില പേശിയേനെ. താൻ എല്ലാം അവൾക്ക് വിട്ടുകൊടുക്കുമായിരുന്നു ചിലപ്പോൾ, തൻ്റെ കുഞ്ഞിന് വേണ്ടി. അങ്ങനൊരവസ്ഥയിലേക്ക് തന്നെ ദൈവം എത്തിച്ചില്ലല്ലോ. റൂമിൽ നിന്നും ഇറങ്ങിയ ആര്യനെ കാണാതെ സിദ്ധാർത്ഥ് അന്വേഷിച്ച് നടന്നു. സംശയം തോന്നി PK ഹോസ്പിറ്റലിലെ അവൻ്റെ ക്യാബിനിലേക്ക് ചെന്നപ്പോഴാണ് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് കിടക്കുന്ന അവനെ സിദ്ധാർത്ഥ് കണ്ടത്. അവൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഓർമ്മകളാണെന്ന് മനസ്സിലായതും അവനെ ശല്യം ചെയ്യാതെ സിദ്ധാർത്ഥ് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവൻ്റെ മനസ്സിൽ അപ്പോഴും കേട്ടത് അവൾ പറഞ്ഞ കാര്യമായിരുന്നു. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ നിന്നെപ്പോലെ തന്നെ ഇരിക്കുന്നല്ലോ, നിൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ ഇരിക്കുന്നു. സിദ്ധാർത്ഥ് അത് വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടിരുന്നു. പിന്നെ വേഗം അവൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ മുത്തശ്ശി ഉറക്കമായിരുന്നു. മുത്തശ്ശി ഉറങ്ങിയോ? സിദ്ധാർത്ഥ് അവിടെ ഇരുന്ന് കുഞ്ഞിനെ ഉറക്കി ബെഡിലേക്ക് കിടത്തുന്ന ദേവപഞ്ചമിയോട് ചോദിച്ചു. ഉറങ്ങി. ഇപ്പോൾ ഒരു ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതിടുമ്പോൾ മുത്തശ്ശി ഒരു ഉറക്കം പതിവാണ്, അവൾ പറഞ്ഞു. കുഞ്ഞു ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഉറക്കം വരുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ കാരണം പെട്ടെന്ന് തന്നെ ഉറങ്ങി, അവൾ പറഞ്ഞു. താൻ ഇങ്ങോട്ടൊന്ന് വരുമോ? നമുക്കൊന്ന് സംസാരിച്ചാലോ? അത് കുഞ്ഞ് അല്ല, ഉറങ്ങല്ലേ? പെട്ടെന്ന് എനിക്കില്ല, രണ്ടുപേരും ഉറങ്ങിക്കൊള്ളും. നമുക്ക് ദൂരെയൊന്നുമല്ല, ആ ബാൽക്കണിയിലേക്ക് നിൽക്കാം, അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് കാണാലോ, സിദ്ധാർത്ഥ് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിൽ ചെന്നതും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ അവൾ നോക്കി. കുറേ നേരം കഴിഞ്ഞിട്ടും അവനൊന്നും പറയാതെ ദൂരേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും, സാർ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്, അവൾ ചോദിച്ചു. ദേവപഞ്ചമി അല്ലേ? ആ അതെ. അച്ഛൻ ശ്രീനിവാസൻ, അമ്മ അതിഥി ശ്രീനിവാസൻ, അവരുടെ രണ്ടുപേരുടെയും ഏക മകൾ അല്ലേ? അതെ. കൊല്ലത്ത് എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് അച്ഛന്. അതിപ്പോൾ അച്ഛൻ്റെ സഹോദരന്മാരും സഹോദരിയും എല്ലാം നോക്കി നടത്തുന്നു. അതിന് കാരണം തൻ്റെ ഒരു ഒപ്പാണ് അല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചതും അവൾ അതേയെന്ന് തലയണക്കി. ഇപ്പോൾ ആ ഒരു ഒപ്പ് ഇട്ട് കൊടുക്കണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നുണ്ട് താൻ? അതെ,
എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതാണിപ്പോൾ അവർ എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയത്. അല്ല, എനിക്ക് പഠിക്കാനായിട്ട് ഞാൻ അവർക്ക് മുന്നിൽ അടിയറവ് വെച്ചത്. പക്ഷേ എനിക്കതൊക്കെ തിരിച്ച് പിടിക്കണം. അതിന് എനിക്ക് പഠിക്കണം. പഠിച്ച് ഒരു നല്ല നിലയിലെത്തിയാൽ മാത്രമേ എനിക്കതെല്ലാം എൻ്റെ അച്ഛൻ കൊണ്ടു നടന്നതുപോലെ ഭംഗിയായിട്ട് നോക്കി നടത്താൻ പറ്റൂ. അതൊരിക്കലും നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല, അവൾ പറഞ്ഞു. പക്ഷേ തൻ്റെ അച്ഛൻ്റെ സഹോദരിമാരുടെ മക്കളായ നീരവ്, നീരജ്, തന്നെ വിവാഹം കഴിക്കാൻ നടക്കുന്ന ശ്രാവൺ, അവർ 3 പേരും അത് നിസ്സാരമായിട്ട് വിട്ടുതരുമെന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടിയാണോ ദേവപഞ്ചമി? സിദ്ധാർത്ഥ് ചോദിച്ചതും അറിയാം, അത്ര പെട്ടെന്നൊന്നും അവരുടെ അടുത്ത് നിന്ന് അതെനിക്ക് കിട്ടില്ല എന്ന് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ തിരിച്ചു പിടിക്കും ഞാനത്. തിരിച്ചു പിടിച്ചേ പറ്റൂ എനിക്ക്. പക്ഷേ അതിനു മുമ്പ് എൻ്റെ ജീവൻ അവരെടുക്കുമെന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒളിച്ചോട്ടം പോലും, അവൾ പറഞ്ഞു. അറിയാം, ദേവപഞ്ചമിയെക്കുറിച്ച് നന്നായിട്ടറിയാം. താൻ ജനിച്ചതു മുതൽ തൻ്റെ ഹോസ്റ്റലിൽ നിന്നുള്ള തൻ്റെ തിരോധാനം വരെ, തൻ്റെ ഇവിടെ ഞങ്ങളുടെ ഈ മുന്നിൽ നിൽക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആര്യവീറിൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ടാകും. അവൻ വെറുതെ തന്നെ ഇവിടെ നിർത്തുമെന്ന് താൻ കരുതിയോ? ഇല്ല. ആര്യവീർ ഈ ഹോസ്പിറ്റലിൽ കുറച്ചു മുമ്പ് മുത്തശ്ശിക്ക് മെഡിസിൻ കൊടുക്കാൻ വന്ന ആ സിസ്റ്ററെ പോലും മുഴുവനായിട്ടും പഠിച്ചതിന് ശേഷമായിരിക്കും അവൻ ഏറ്റവും പ്രിയപ്പെട്ട മുത്തശ്ശിയുടെയും അവൻ്റെ ജീവൻ്റെ ജീവനായ ആ കിടക്കുന്ന നാഗപഞ്ചമി എന്ന അവൻ്റെ മകളുടെയും അടുത്തേക്ക് അവൻ കയറ്റിവിടും. അപ്പോൾ പിന്നെ തന്നെ അവൻ മുത്തശ്ശിയുടെയും അവൻ്റെ പൊന്നോമനയുടെയും അടുത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെക്കുറിച്ച് അവൻ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കാൻ പാടില്ലേ തനിക്ക്? അറിയാം, ഞാൻ ഊഹിച്ചിരുന്നു, അവൾ പറഞ്ഞു. എന്നാ ഞാൻ തന്നോട് ഒരു കഥ പറഞ്ഞു തരട്ടെ? സിദ്ധാർത്ഥ് ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ? കഥയോ? അതെ, ഈ കഥ താൻ കേൾക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ കഥയിൽ അവസാനം തന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കും. തനിക്ക് പറ്റുമെങ്കിൽ ഒരു മറുപടി എനിക്ക് തരണം. അതിനു വേണ്ടിയാണ് തന്നോട് ഞാൻ ഈ കഥ പറയാൻ പോകുന്നത്. ഇതൊരു കഥയല്ല, ജീവിതമാണ്. എൻ്റെ ആര്യവീറിൻ്റെ ജീവിതം. പുലിക്കാട്ടിൽ എല്ലാവരും ഭയപ്പെടുന്ന ആര്യവീറിൻ്റെയും ഈ ലോകം മുഴുവനും, ബിസിനസ് ലോകത്ത് എല്ലാവരും പേടിയോടെയും ഭയത്തോടെയും നോക്കുന്ന ആര്യവീർ പുലിക്കാട്ടിൽ എന്ന എൻ്റെ കൂട്ടുകാരൻ്റെയും കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അവൻ്റെ ജീവിതമാണ് ഞാൻ തന്നോട് പറയാൻ പോകുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് കേട്ട് തകർന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആര്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ മുന്നിൽ ആ തകർച്ച അവൻ കാണിച്ചിട്ടില്ല. അവരുടെ മുന്നിൽ മാത്രമല്ല, ആരുടെ മുന്നിലും എൻ്റെ ആര്യൻ തലകുനിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആ വേദനകളെല്ലാം സഹിച്ചു, ക്ഷമിച്ചു. എന്നിട്ട് വാശിയോടെ അവൻ നിന്നു, സത്യം തെളിയിച്ചു. പക്ഷേ സത്യം തെളിഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്കാർക്കും അവൻ്റെ മനസ്സിൽ ഇടമില്ലാതായി എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ പുലിക്കാട്ടിലിൻ്റെ രാജാവല്ല അവൻ, കാവൽക്കാരനാണ്. ആ പുലിക്കാട്ടിൽ വീട് അത്രയും ഭംഗിയായിട്ട് ഇപ്പോഴും ഈ ലോകത്തിന് മുന്നിൽ പുലിക്കാട്ടിൽ തറവാട് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം എൻ്റെ ആര്യനാണ്. അവൻ ആ പുലിക്കാട്ടിൽ വീടിൻ്റെ കാവലാളായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാവരും പുലിക്കാട്ടിൽ എന്ന് പറയുമ്പോൾ പേടിക്കുന്നത്, ഭയപ്പെടുന്നത്. അവിടെയുള്ള ഓരോ അംഗങ്ങളും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത്. അത് വേറെ ആർക്കും അറിയില്ലെങ്കിലും ആ കിടക്കുന്ന മുത്തശ്ശിക്കും എനിക്കും അറിയാം. എന്നിലൂടെ താനും അത് അറിയാൻ പോവുകയാണ്. അപ്പോൾ കേൾക്കാം പുലിക്കാട്ടിൽ ആര്യവീർ എന്ന എൻ്റെ ആര്യനെക്കുറിച്ച്. അവൻ ചോദിച്ചതും അറിയാതെ തന്നെ ദേവപഞ്ചമി തലയനക്കി. അവൾക്കും അറിയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. വരദ പറഞ്ഞു കേട്ട ആര്യവീറിനെക്കുറിച്ചും താൻ കണ്ട ആര്യവീറിനെക്കുറിച്ചുമുള്ള യഥാർത്ഥ സത്യങ്ങൾ അവളും കേൾക്കാൻ കാതോർത്ത് നിന്നു. മനസ്സുകൊണ്ട്
തയ്യാറാവുകയായിരുന്നു ആര്യവീറിനെ അറിയാൻ. ഹായ്, നാളെ നമുക്ക് ആര്യവീറിനെ കുറിച്ച് പറയാം. ഇന്ന് പറഞ്ഞാൽ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. അതുകൊണ്ടാണേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.